ഏതെങ്കിലും നിലയ്ക്കുള്ള ജാതി വിവേചനമോ ഇത്തരം അട്രോസിറ്റീസോ അല്ലെങ്കിൽ ജെൻഡർപരമായിട്ടുള്ള വിവേചനമോ തടയാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ട ഉത്തരവാദിത്വം ഈ അധ്യാപകർക്ക് തന്നെയാണ്. അവിടെയാണ് അധ്യാപകർ തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് വാസ്തവത്തിൽ പണമുള്ള ആർക്കും ഏത് സ്ഥാപനവും തുടങ്ങാം എന്ന സ്ഥിതിയാണ്. ഇപ്പോൾ അഞ്ചരക്കണ്ടിയിലെ ഈ BDS കോളേജ് തന്നെ, ഡെന്റൽ കോളേജ് തന്നെ വാസ്തവത്തിൽ തുടങ്ങിയിരിക്കുന്നത് അവിടുത്തെ ലാൻഡ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. കറുപ്പത്തോട്ടം അനധികൃതമായി വകമാറ്റിയാണ് ഈ കെട്ടിടം സ്ഥാപിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ അന്വേഷണവും ആക്ഷേപവും റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മാനേജ്മെന്റിന് നിയമം ലംഘിച്ചുകൊണ്ട് ഇത്തരം കോളേജുകൾ നടത്താൻ പറ്റുന്നത്. നമുക്കറിയാം, ഇത്തരം കോളേജുകൾ നടത്തുന്നതിന് ഭീമമായിട്ടുള്ള തുക ആവശ്യമാണ്. ഈ പൈസ ചെലവാക്കി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ കരുത്താണ്, രാഷ്ട്രീയമായി പോലും കരുത്തുള്ള ആളുകളാണ്, ഭരണതലത്തിൽ സ്വാധീനമുള്ള ആളുകളാണ് ഇത്തരം കോളേജുകൾ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ അതിനകത്ത് നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഇത്തരം സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെടുന്ന ആളുകൾക്ക് പേരിന് സർക്കാർ നിശ്ചയിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകും എന്നല്ലാതെ അവർക്ക് ഒരു മൂല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, സാമൂഹ്യമായിട്ടുള്ള മൂല്യം, ഇത്തരം ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള മൂല്യം, ഇത്തരം പ്രിൻസിപ്പിൾസ് ഉണ്ടോ എന്നുള്ള കാര്യം ഈ നിയമന പ്രക്രിയയിൽ എവിടെയും വരുന്നില്ല എന്നുള്ളതാണ്.